ഓക്കെ എടാ. അസ്സാം വലൈക്കും വറഹമത്തുള്ള. മോനെ, നമുക്ക് എക്സാമിൽ വരുന്ന കാര്യം എന്തെന്നൊക്കെ അറിയോ? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇതിലൊക്കെ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ അൽവാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അയ്യാമുൽ ഉസ്ബു ഉണ്ടാവും അല്ലേ? അതിൽ ആക്ടിവിറ്റി ബുക്കാണിത്. ആക്ടിവിറ്റി ബുക്കിൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ലെറ്റേഴ്സൊക്കെയാണ് കേട്ടോ. ഇതല്ലാണ്ട് ഇവിടെ നമുക്ക് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ റാഷിദ് എൽ അബു, ഇവിടെ ബൂന്ന് എഴുതി കൊടുക്കണം. ബിൽ കൂറത്ത് ഇവിടെ റാന്ന് എഴുതി കൊടുക്കണം. അതുപോലെ തോവൂസ് എന്ന് എഴുതി കൊടുക്കണം. എർക്കുസു തോവൂസ് ഡാൻസ് ചെയ്യാണ്. നുൻഷിദു എന്ന് എഴുതി കൊടുക്കണം. ഹന്നത്ത് നഷീദ. ലെറ്റർ മിസ്സായ ലെറ്റർ നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അറിയുന്നതൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. എൽ അബു എന്ന് എഴുതി കൊടുക്കണ്ടാവും, കുറത്ത് എന്ന് എഴുതി കൊടുക്കണ്ടാവും, അർനബ് എന്ന് എഴുതി കൊടുക്കണ്ടാവും, ജസർ എന്ന് എഴുതി കൊടുക്കണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഇതിൽ ആക്ടിവിറ്റി ബുക്കിൽ ഇത് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നെ നമുക്കുള്ളത് അൽവാന് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ നമുക്കുള്ളത് അയ്യാമുൽ ഉസ്ബു മാം ഓൾറെഡി പറഞ്ഞു. അയ്യാമുൽ ഉസ്ബു ഉണ്ടാവും കേട്ടോ. അതായത് ഡേയ്സ് ഓഫ് ദ വീക്ക്, അസബ് അൽ അഹദ് അൽ ഇസ്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേയ്സ് ഓഫ് ദ വീക്ക് എഴുതാൻ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഇതിൽ ചോദിക്കുന്നത് പിക്ചറൊക്കെ കണ്ട ഇവിടെ കുറേ പിക്ചർ ഉണ്ട് അല്ലേ? ഈ പിക്ചറിൻ്റെ സെൻറ്റൻസാണ് ഇവിടെ ഉള്ളത്. തുലബിന് ഹന്നത്ത് ലിഫ്താവിന് കളർ ചെയ്യാണ്. അതുപോലെ ഇവിടെ നമ്മുടെ യുലബിന് മാജിദ് ഷജറത്തിന് കളർ ചെയ്യാണ്. ഇവിടെ നമ്മുടെ യുലബിന് ഫറാഷ് കളർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കണ്ടിട്ട് അതിന് മിക്സ് ആയിട്ട് ഇപ്പോൾ പിക്ചർ കണ്ടിട്ട് അതിൻ്റെ സെൻറ്റൻസ് ഏതാണെന്നൊക്കെ എടുത്ത് എഴുതാനുണ്ടാവും. അപ്പോൾ ആ സെൻറ്റൻസ് റീഡ് ചെയ്തിട്ട് അതിലുള്ള വേർഡ്സ് ഉണ്ടോ പിക്ചറിലേക്ക് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടാവും എക്സാമിന് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ ചാപ്റ്ററിൽ എന്താ പറയുക, നമ്മുടെ ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട് നമ്മൾ ഉർജുഹത്തുൽ അത്ഫാല്. ഉർജുഹത്ത് പറഞ്ഞാൽ എന്താണ്? സ്വിങ് അല്ലേ? അത്ഫാല് കുട്ടികളുടെ ഉർജുഹത്ത്. സയ്യാറത്തുൽ ബനാത്ത് ഗേൾസിൻ്റെ കാറ്. അതുപോലെ ദറാജത്തുൽ ബനീന് ബോയ്സിൻ്റെ സൈക്കിള്. അപ്പോൾ ഇതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ എഴുതാണ്ടാവും ഇതിൽ. ഉർജുഹത്ത് എന്ന് പറഞ്ഞാൽ സ്വിങ് ആണ്. സയ്യാറത്ത് പറഞ്ഞാൽ കാറാണ്. ബനാത്ത് എന്ന് പറഞ്ഞാൽ ഗേൾസാണ്. ബനീന് പറഞ്ഞാൽ ബോയ്സാണ്. ദറാജത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. അപ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ എഴുതാനുണ്ടാവും. പിന്നെ നമ്മുടെ ഹുറൈറ പറഞ്ഞ ഫാമിലിയിലെ ഹുറൈറിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ട് എഴുതാനുണ്ടാവും. നമ്മുടെ ഫാമിലി ആരൊക്കെ ഉണ്ടാവുക? ഫിൽ ഉസ്രത്തി, എൻ്റെ ഫാമിലിയിൽ, അബു അൻവ ഉമ്മൻ അഹുൻവ ഉഹത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ നമുക്ക് ജസ്റ്റ് ജനറലായിട്ട് എഴുതാം കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവുക കേട്ടോടാ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. സിമ്പിളായിരിക്കും. നമുക്കിതിൻ്റെ ആക്ടിവിറ്റി ബുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ മർഹബൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആക്ടിവിറ്റി ബുക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞുതരാം. ഇതിൽ ലെറ്റേഴ്സൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മുടെ ഹിവാറുണ്ട്. ഈ ഹിവാർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ചോദിക്കുന്നത് പക്ഷേ ഫാത്തിമ റിപ്ലൈ പറയുന്നുണ്ട് വലൈക്കും അസ്സലാം. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? കൈഫൽ ഹാലിന് ചോദിക്കുമ്പോൾ എങ്ങനെന്താ റിപ്ലൈ പറയുക? അതൈന അൽഹംദുലില്ലാ. അതിന് അബൂക്കാന്ന് ചോദിച്ചാൽ എന്താ റിപ്ലൈ പറയുന്നത്? എൻ്റെ ഉപ്പ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അബുൻ ഫിൽ ബൈത്ത്, അബു വീട്ടിലാണ് അല്ലേ? പിന്നെ അതിലെന്തോ ചോദിക്കുന്നുണ്ട്. ഉത്തരം എന്താ പറയുന്നത്? ഉമ്മി ഫിൽ ബൈത്ത് എന്നാണ്. പക്ഷെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അയിന ഉമ്മുക്ക, നിൻ്റെ ഉമ്മ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അതേപോലെ പിന്നെ ഇവിടെ മാച്ച് ചെയ്യാനാണ്. ഇവിടെ പിക്ചർ തന്നിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ. ഇറത്ത് പറഞ്ഞാൽ എയറോപ്ലെയിന്, സൗറഖ് എന്ന് പറഞ്ഞാൽ ബോട്ട്, ഉർജുഹത്ത് സ്വിങ്, ദറാജത്ത് സൈക്കിള്, സയ്യാറത്ത് കാറ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലുള്ളത് ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ അതിൻ്റെ പിക്ചർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ. ദുബ് യർസൗ തൊമാത്തിം, ദുബ് തൊമാത്തിം കൃഷി ചെയ്യാണ്. എൽ അബു മാജിദ് കുറത്തുൽ കഥം, മാജിദ് കുറത്തുകൊണ്ട് കളിക്കുകയാണ്. തുലബിന് ഫാത്തിമത്ത് ഫാത്തിമ സൂറ ചിത്രം കളർ ചെയ്യാണ്. അക്കുലു അർണബ് ജസർ കഴിക്കുകയാണ്. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ പിക്ചർ ഏതാണെന്നത് മാച്ച് ചെയ്യാനൊക്കെ നമുക്ക് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് നോക്കുക. സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി മാമിനോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ മാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.